ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ മനോഹരമായി നിർമ്മിച്ച നല്ലൊരു വീടിൻ്റെ വിശേഷമാണ്. ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുണ്ട്. ഓൾറെഡി വർക്കുകളെല്ലാം 95% വർക്കുകളും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഏതാണ്ട് 5.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമായി നിർമ്മിച്ച ഈ വീട് നല്ലൊരു ലൊക്കേഷനിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാടിനും ആലുവയ്ക്കും മധ്യത്തിലായി പൂക്കാട്ടുപടി എന്ന സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 9 കിലോമീറ്റർ ദൂരം മാത്രമാണ് വരുന്നുള്ളൂ. എടപ്പള്ളിയിൽ നിന്ന് 13 കിലോമീറ്ററോളം ദൂരവും ആലുവ ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ ദൂരം മാത്രം ഈ വീട്ടിലേക്ക് വരുന്നുള്ളൂ. തൊട്ടടുത്തുള്ള ജംഗ്ഷൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് 300 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീട് ഒരു ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് വീട് വരുന്നത്. മനോഹരമായൊരു എലിവേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഒരു ലൈക്കും കൂടി കൊടുക്കാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ചുറ്റും കോമ്പൗണ്ട് വാൾ വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺ എല്ലാം പതിപ്പിച്ചിരിക്കുന്നു. മനോഹരമായൊരു ഫ്രണ്ട് ഗേറ്റ് നല്ല വീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. നല്ല വീതി കൂടിയ ടാർ റോഡ് ഫ്രണ്ടേജായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതിയുള്ള റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു എലിവേഷനിലാണ് വീട് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ളൊരു മുറ്റമാണ് വീടിന് നൽകിയിരിക്കുന്നത്. കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. 2 വലിയ കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വലിയൊരു SUV കാർ പാർക്ക് ചെയ്യാം. മാത്രമല്ല മറ്റ് കവേർഡായ ഒരു കാർ പാർക്കിംഗ് ഇവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ സൈഡ് വശങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകിയ ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് കാണാം വളരെ മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു 5.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും നൽകിയാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു 4-5 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. മനോഹരമായൊരു ഫ്രണ്ട് ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. തേക്ക് മരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു പാളിയിലായാണ് ഈ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ഈ ലിവിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു ഹാങ് ലൈറ്റെല്ലാം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ തന്നെ ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നു. ലിവിങ് സ്പേസിൻ്റെ ഒരു വാളിട്ട് എക്സ്ട്രാ വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നു. മൾട്ടിവുഡിലാണ് ഈ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടുത്തെ ഡൈനിങ് ഒന്ന് കാണാം. അത് അത്യാവശ്യം സ്പേഷ്യസായ ഒരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മനോഹരമായൊരു സ്റ്റെയർകേഴ്സ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ സ്റ്റെയർകേഴ്സ് കാണാം. നല്ല ഭംഗിയിലാണ് വുഡൻ ഫിനിഷിൽ തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം കോർട്ട്യാർഡ് ഡിസൈൻ ചെയ്യാനാണ്. ചെടികളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ പ്ലാന്റുകൾ, ഇൻഡോർ പ്ലാന്റുകളെല്ലാം വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഡൈനിങ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു TV യൂണിറ്റ് നമുക്കിവിടെയും അവൈലബിൾ ആണ്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളാണ്, അതും പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളാണ് ഈ വീടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ ഈ ഡൈനിങ് സ്പേസ് ഏതാണ്ട് ഒരു 10-12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്.
ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിങ്സുകൾക്കെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ജാഗോ ബ്രാൻഡാണ്. നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഓപ്പൺ നമുക്ക് ഡൈനിങ് സ്പേസിൽ നൽകിയിരിക്കുന്നു. UPVC ഡോറുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. നേരെ കയറി ചെറിയൊരു വാട്ടർ ഫൗണ്ടനാണ്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഡിസൈൻ ചെയ്യുന്നുണ്ട്. മനോഹരമായൊരു കോർട്ട്യാർഡെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗം കിച്ചണിൽ നിന്ന് വരുന്ന ഡോറാണ്. കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു വർക്ക് ഏരിയ, വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള പ്രൊവിഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിണറാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്നത് കിണർ വെള്ളമാണ്. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. 24 hours കിണർ വെള്ളം അവൈലബിൾ ആണ്. മാത്രമല്ല KW കണക്ഷനും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. കിച്ചൺ ഒന്ന് കാണാം. മനോഹരമായ രീതിയിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു കിച്ചൺ, ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം കൗണ്ടറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. ധാരാളം കബോർഡ് വർക്ക് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നു. കട്ട്ലറി, ക്രോക്കറികൾക്കുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിലെ പ്രത്യേക ഷെൽഫുകളെല്ലാം വരാറുണ്ട്. കിച്ചണിലേക്ക് പോയാൽ നല്ല ഭംഗിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. കിച്ചൺ തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബർണർ വരുന്ന ഭാഗം കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. വളരെ ഭംഗിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. സ്പോട്ടിംഗ് ലൈറ്റുകളെല്ലാം നൽകി നല്ല ലക്ഷറി ഫീൽ നൽകിയ തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. കട്ട്ലറികൾക്കുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം, ബാസ്ക്കറ്റുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നല്ല ക്വാളിറ്റിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ ഒരു ഭാഗങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടാനുസരണം പ്ലേറ്റ്സുകളെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനെല്ലാം വരുമ്പോൾ ഒരു 6-7 പേരെല്ലാം ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് ഈ കിച്ചണിൽ ലഭിക്കുന്നുണ്ട്. നല്ല നീളത്തിൽ നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. മൾട്ടിവുഡ് മെറ്റീരിയൽസിൽ PVC ലാമിനേറ്റ് ചെയ്താണ് ഇവിടുത്തെ കബോർഡ് വർക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്യാരണ്ടി ഉറപ്പ് നൽകി തന്നെയാണ് ഇത് നൽകുന്നത്. കിച്ചൺ ഫിറ്റിങ്സുകൾക്കായി ജാഗോർ ബ്രാൻഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വർക്ക് ഏരിയ നിർമ്മിച്ചും നൽകുന്നതാണ്. ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂമുകൾ ഒന്ന് കാണാം. നല്ല മനോഹരമായ 2 ബെഡ്റൂമുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 phase കണക്ഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് കാണാം വി ഗാർഡിൻ്റെ മെറ്റീരിയൽസാണ് ഈ വയറിങ് അതേപോലത്തെ ഇലക്ട്രിസിറ്റി മെറ്റീരിയൽസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോറുകളിൽ നിന്ന് തുടങ്ങാം. വുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വുഡൻ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് തേക്കിലും ആഞ്ഞിലിയിലുമാണ്. നല്ല വീതിയിലുള്ള കട്ടിലകൾ, ഫ്രണ്ട് ഡോർ അതേ സൈസിലുള്ള ഒരു കട്ടില വലിപ്പമാണ് ഈ വീടിൻ്റെ ഡോറ് കട്ടിലൊക്കെ നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വെന്റിലേഷൻ സൗകര്യം 3 പാളികളോടുകൂടിയ നല്ല വലിയ വെന്റിലേഷൻ സൗകര്യമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിൽ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. 4 ഡോറുകളുള്ള ഒരു വാർഡ്രോബാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനോട് ചേർന്ന് തന്നെ അവർക്കൊരു മിററും ഒരു ഡ്രസ്സിങ് ടേബിളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്കിവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം ഒന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഡോറുകളെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ടിലുകളെല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല വീതിയിലാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വെന്റിലേഷൻ സൗകര്യം ധാരാളമായി തന്നെ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെയും വലിപ്പത്തിലുള്ള വാർഡ്രോബ് സൗകര്യമാണ് ലഭ്യമായിട്ടുള്ളത്.
ബാത്റൂം സൈഡിലേക്ക് പോയാൽ മനോഹരമായൊരു ബാത്റൂം ഇവിടെ അവൈലബിൾ ആണ്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിരിക്കുന്നു. ജാഗോൻ്റെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസിൻ്റെ ഒരു സൈഡ് ഭാഗത്തു നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായി സ്ക്വയർ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഏരിയ, ഈ ഒരു ഏരിയ നമുക്ക് ഓപ്പണായി നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ഈ ഒരു സ്പേസ് നൽകിയിരിക്കുന്നത്. UPVC വിൻഡോ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്ക്വയർ ട്യൂബ് വെച്ച് കവേർഡ് ചെയ്തിരിക്കുന്നു. ഹാങ്ങിങ് ലൈറ്റുകൾ നൽകിയിരിക്കുന്നു. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയാണ്. വളരെ മനോഹരമായൊരു സ്റ്റെയർകേസാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ്. നമുക്കൊരു TV ഏരിയയിലേക്ക് പോകാം. ഒരു ഫാമിലി ലിവിങ് ഏരിയയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്ക് വളരെ ഭംഗി തന്നെ ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തു നിന്ന് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു സ്പേഷ്യസ് ആയ ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാൻഡിലിന് ടെഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ്സുമാണ് നൽകിയിരിക്കുന്നത്. രണ്ട് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റഡി റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല നീളത്തിലുള്ള ഒരു സ്റ്റഡി ഏരിയയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു സ്റ്റഡി ഏരിയ പ്ലസ് ഒരു ഓഫീസ് സ്പേസായി യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ അതേ സൈസിലുള്ള ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഡോറുകളെല്ലാം വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യം നല്ല വലിപ്പത്തിൽ തന്നെ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. അതും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു എക്സിറ്റ് ബാൽക്കണി, ഇവിടുത്തെ സെക്കൻഡ് ബാൽക്കണിയിലേക്ക് ഒരു എക്സിറ്റ് അവൈലബിൾ ആണ്. 2 ബാൽക്കണികളാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ സെക്കൻഡ് ബാൽക്കണിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയിൻലെസ്സും ടെഫൻ ഗ്ലാസുമാണ് ഇതിൻ്റെ ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗോർ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ബെഡ്റൂം നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റിലാണ് വീട് വരുന്നത്. മാത്രമല്ല ഏതാണ്ട് 5.25 സെൻറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു സ്റ്റഡി റൂമും ഈ വീടിന് നൽകിയിരിക്കുന്നു. ഈ വീടിന് ടോട്ടലായി വരുന്നത് 3 ബാൽക്കണികളാണ്. ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണിയിലേക്ക് എൻട്രി വരുന്നുണ്ട്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളും നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ലക്ഷറി ആയിട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബെഡ്റൂമുകളാണെങ്കിലും എല്ലാ ബെഡ്റൂമുകളിലും കിങ് സൈസ് ബെഡിനുള്ള സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്.
മനോഹരമായൊരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു ഏരിയയിലേക്കും, കാക്കനാടാണെങ്കിലും എറണാകുളം സൈഡാണെങ്കിലും ആലുവ, തൃപ്പൂണിത്തുറ, കിഴക്കമ്പലം, അതേപോലെ കോലഞ്ചേരി, പെരുമ്പാവൂർ സൈഡിലേക്കാണെങ്കിൽ ഏതൊരു ഭാഗത്തേക്കാണെങ്കിലും മെട്രോ ഏരിയയിലേക്ക്, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് ജസ്റ്റ് ഒരു 6 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. ഏതൊരു ഭാഗത്തേക്കും ഈസി ആയിട്ട് പോകാൻ സൗകര്യത്തിലുള്ള ഒരു റോഡ് ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 13 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നുള്ളൂ. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഓണർ ചോദിക്കുന്ന വില 1 കോടി രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിങ്ങിനോ ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാനോ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. വീണ്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഈ വീട് പർച്ചേസ് ചെയ്യാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.